എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഓവറോൾ എന്താണ് അതിൻ്റെ സിലബസ്, എങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് പോവുക മാത്രമാണ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ഫിസിക്സിന് നമുക്ക് 30 മാർക്കാണ് IEO എക്സാമിനുള്ളത്. 30 മാർക്സിൻ്റെ എക്സാമാണ്. ഇതിന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഈ സെയിം സിലബസ് ആണ്. സെയിം സിലബസ് എന്ന് വെച്ചാൽ അതിലൊരു സബ്ജക്റ്റ് കുറവുണ്ട്. അതിനകത്ത് മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ സെയിം ടോപ്പിക്സ് തന്നെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറിനും ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്. 3 മൊഡ്യൂൾസ് ആണ് ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഒപ്റ്റിക്സ്, പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, പിന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ അക്കോസ്റ്റിക്സ്. ഇങ്ങനത്തെ 3 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ജസ്റ്റ് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം എന്തൊക്കെയാണ് സബ്ജക്ട്സ് എന്ന്, എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന് നമുക്ക് ലേസർ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ലേസർ, പിന്നെ ഫൈബർ ഒപ്റ്റിക്സ്, ഫോട്ടോണിക്സ്. പിന്നെ അടുത്ത സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്ത് സെമി കണ്ടക്ടറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സൂപ്പർ കണ്ടക്ടറിനെ കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ അക്കോസ്റ്റിക്സിനകത്ത് നോക്കുകയാണെങ്കിൽ അക്കോസ്റ്റിക്സ് വേവിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ കുറച്ച് ടേംസും ഫോർമുലാസ്, ഇക്വേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അൾട്രാസോണിക്സിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും നമുക്ക് നോക്കാനുണ്ട്. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്. പിന്നെ നമുക്കിനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ഇതിനകത്ത് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള രീതിയിലുള്ള ക്ലാസ്സസ് ഇനി മുന്നോട്ടുണ്ടാകും. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുക എന്ന് മാത്രമാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കണ്ടോ, ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ്റ് റേഷ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം the ratio between Einstein's coefficients for spontaneous and stimulated emission എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 8πh⁴c³ ആണ്. ഇതിൻ്റെ കുറച്ച് ഡെറിവേഷൻ ആയിട്ടുണ്ട്. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ ഡെറിവേഷൻ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്തൊക്കെ ചോദിക്കാം എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എ റൂബി ലേസർ പൾസ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ 3 × 10⁻20 chromium 3+ ions. Calculate the energy of the pulse if the wavelength is 6630 Angstrom. ഇതിൻ്റെ ആൻസർ വരുന്നത് 90 ജൂൾ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നോക്കാം കേട്ടോ. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ അക്സെപ്റ്റൻസ് ആംഗിൾ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഹൂസ് ക്ലാഡിംഗ് ആൻഡ് കോർ ഹാവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് μ1 ആൻഡ് μ2 റെസ്പെക്റ്റീവ്ലി. അപ്പം അക്സെപ്റ്റൻസ് ആംഗിൾ എന്താണെന്നുള്ള ഫോർമുലയും നമ്മൾ പഠിക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, the sensing medium in an intrinsic optical fiber sensor is fiber ആണ് ആൻസർ. നമുക്ക് പിന്നെ നോക്കാം. Which material is commonly used in the production of blue LEDs? LED പറ്റി നമുക്ക് പഠിക്കാനുണ്ടല്ലോ, സോ അതുമായിട്ട് ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ അടുത്തത്, the Fermi level in an n-type semiconductor lies A closer to the valence band, B at the center of the band gap, C closer to the conduction band, D outside the
conduction band. For a silicon semiconductor at 300 Kelvin, the intrinsic carrier concentration is 1.5 into 10 raised to 10 per centimeter cube. If the donor concentration is 10 raised to 15 per centimeter cube, what is the Hall concentration? അപ്പോൾ ഹോൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത്, in BCS theory, Cooper pairs are composed of which of the following particles? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, London penetration depth of a superconductor is? അപ്പോൾ ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് സൂപ്പർ കണ്ടക്ടറിന് എത്രയാണെന്നുള്ള ഫോർമുലയും ചോദിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇതിനകത്ത് കുറേ ഫോർമുലാസും ഇക്വേഷൻസും ഡെറിവേഷൻസും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ എക്സാമിന്. അസിസ്റ്റന്റ് ഡയറക്ടറിൻ്റെ എക്സാമിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം IOയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ഫീൽഡ് for lead at 3.59 Kelvin if the critical field at 0 Kelvin is 6.5 into 10 raised to 4 ampere per meter? The critical temperature for lead is the critical temperature for lead at 7.18 Kelvin. എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, in which of the following applications are infrasonic waves most commonly used? അപ്പോൾ ഇൻഫ്രാസോണിക് വേവിൻ്റെയും ആപ്ലിക്കേഷൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്തത്, in which of the സെയിം ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, what does an acoustic absorption coefficient alpha value of 1 indicate? Next question, a change in the intensity level of 1 decibel alters the intensity of sound by എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, the property of sound closely related to its pitch is? അടുത്തത്, what is the primary purpose of using a coupling gel in medical ultrasound imaging? അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം അത് നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് അൾട്രാസൗണ്ടിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് പഠിക്കാൻ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വരുന്നതായിരിക്കും. താങ്ക് യു.